ഹലോ, യു കെയിൽ എന്താണ് ജീവിതം, എന്താണ് എക്സ്പെൻസ്? നമ്മളെ നാട്ടിൽ നിൽക്കുമ്പോൾ തോന്നുന്നു യു കെക്ക് വന്നാൽ മതിയെന്ന്. യു കെയിൽ നിൽക്കുമ്പോൾ തോന്നുന്നു നാട്ടിലാണെങ്കിൽ ചെറിയ ശമ്പളത്തിൻ്റെ അവിടെ വർക്ക് ചെയ്താൽ മതിയെന്ന്. ഇവിടെ കിട്ടുന്ന പൈസയൊക്കെ ഇവിടെ തന്നെ ചിലവാക്കണം. ഇവിടുത്തെ അവസ്ഥ അതാ. ഇവർ ചിലവാക്കാൻ പറയുന്നതല്ല, നമ്മുടെ വീടിൻ്റെ റെൻറ്റ്, കാറുണ്ടെങ്കിൽ കാറിൻ്റെ ടാക്സ്, പെട്രോൾ, ഒരുപാട് എക്സ്പെൻസാണ്. നമ്മളിപ്പോൾ ഒരു മാസം ഒരു 3 ലക്ഷം ഉണ്ടാക്കിയാലോ ഒക്കെ കഴിഞ്ഞൊരു 50,000 രൂപ കയ്യിലുണ്ടാവുള്ളൂ. അതാണ് യു കെത്തെ അവസ്ഥ. ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലായി. എന്താണ് ഇവിടുത്തെ അവസ്ഥ, എന്താണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒന്നും തുടങ്ങാം. അതായത് യു കെയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നൊരു വീടാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബെഡ് പൈസ നോക്കും. ഇപ്പോൾ ഒരു ബെഡ് പൈസ നോക്കുകയാണെങ്കിലും മിനിമം 700 പൗണ്ട് കൊടുക്കണം. 700 പൗണ്ട് എന്ന് വെച്ചാൽ അടുത്ത് 70,000-75,000 രൂപയായി. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ചിലവ്, നമ്മളെ ഫുഡാണെങ്കിലും ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല. എന്നാൽ തന്നെ ഫുഡ് കാര്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ, അങ്ങനെ ഏറെക്കുറെ ഒക്കെ പാട് 1 ലക്ഷം രൂപ അങ്ങനെ നമുക്ക് ചിലവ്. പിന്നെ ബേസിക് നമുക്കൊരു കാറുണ്ടെങ്കിൽ കാറിന് 1 വർഷത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, 1 വർഷം നമ്മളെ നാട്ടിൽ 1,20,000 രൂപ എന്തായാലും വരും. പിന്നെ അത്രയും മോഡൽ കുറവുള്ള വണ്ടിക്കാണെങ്കിൽ 80,000 വരും. അപ്പോൾ നമ്മൾ മാസം ഒരു മന്ത്ലി കണക്കൂട്ടുകയാണെങ്കിൽ ഒരു 7,000-8,000 രൂപ. പിന്നെ നമ്മൾ പെട്രോള്, അതിൻ്റെ MOT, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ചിലവ് വണ്ടികൾക്കാണെങ്കിലും. അപ്പോൾ പിന്നെ ഏറ്റവും നല്ലത് നമ്മളെ ഒന്നുമില്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നിട്ടൊരു 50,000 രൂപ 60,000 രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ അവിടെ നിൽക്കുക നല്ലത്. ഇവിടെ വന്നിട്ട് ഈ തണുപ്പത്ത് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കും. നമ്മൾ ക്ഷമിക്കാൻ പഠിക്കും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയാലടക്കം നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും. ഒരു ഷോപ്പിൽ കയറി നമ്മൾ ബില്ലടിക്കണമെങ്കിൽ ക്യൂവിലാണെങ്കിൽ ഒരു ഇതും ഉണ്ടാക്കാണ്ട് നമ്മൾ ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ ഇവിടെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ നമ്മൾ ടൈമിന് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവർ നമ്മളോട് പറയും, നിങ്ങൾ ഒരു 11 മണിക്ക് എത്താൻ പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ 11 മണിക്ക് എത്തിയ, മാക്സിമം പോയ 11:05 അവർ നമ്മളെ വിളിക്കും. നമ്മൾ ടൈം ഇവിടെ വേസ്റ്റ് ആക്കില്ല. അതൊരു ഇൻ്റർവ്യൂവിനാണെങ്കിലും ശരി, അതൊരു ഹോസ്പിറ്റലാണ് ശരി. ഇനിയിപ്പോൾ ഒരു നമ്മൾ കാറ് സർവീസിന് കൊടുക്കുക, അല്ലെങ്കിൽ കാറ് തന്നെ ടൈമിൽ ചെല്ലാൻ പറയും. ടൈമിന് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട് നമ്മളെ ഇവിടെ. അത് മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ആ കാര്യത്തിൽ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മളെ ഫുഡാണ്. നമുക്ക് നാട്ടിലത്തെ പോലൊന്നും ഫുഡ് കുക്ക് ചെയ്തുണ്ടാക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ വെജിറ്റബിൾ ആണെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്നാൽ പിന്നെ നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ അതൊന്നും ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നാട്ടിലത്തെയും ഇവിടത്തെയും ഇവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ തോന്നും. വെജിറ്റബിളും കാര്യങ്ങളും ചിലരൊക്കെ കുക്ക് ചെയ്യും, ചിലർക്ക് കുക്ക് ചെയ്യാൻ ടൈമില്ല, ചിലർ ഷിഫ്റ്റ് അങ്ങനെ ആയിരിക്കും. പിന്നെ നമുക്ക് ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിൽ ലീവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1 വീക്കിൽ 2 ദിവസം എന്തായാലും സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫായിരിക്കും. അപ്പോൾ നമുക്ക് മെയിൻ നമുക്കൊരു 1 വീക്കിൽ ഒരു 40 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി കവർ ചെയ്യണം. അത് കമ്പനിയുടെ റൂളാണ്. അത് നമ്മൾ കവർ ചെയ്യണമെങ്കിൽ പിന്നെ അവിടെ നിന്നായിട്ട് നമ്മൾ എടുക്കുന്നതൊക്കെ ഓവർ ടൈമാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത കാര്യത്തിൽ പറയാം. അടുത്ത എപ്പിസോഡ് 2 പറയാം. എപ്പിസോഡ് 1 നമ്മളെങ്ങനെ ഡ്യൂട്ടി, എവിടെ ഡ്യൂട്ടി ചെയ്യണം, എത്ര നമ്മൾ ശമ്പളമുണ്ട്, എത്ര സാലറി ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വീഡിയോ എന്തായാലും. ഇപ്പം നമ്മളെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഇവിടെ എക്സ്പെൻസാണ്. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, നമ്മളിപ്പോൾ ഒരു TV വാങ്ങുകയാണെങ്കിൽ ആ TVക്ക് നമ്മളൊരു വർഷത്തിന് തന്നെ നാട്ടിലത്തെ ഒരു 12,000 രൂപ അതിൻ്റെ ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് അല്ല, ആ TV നമ്മൾ വീട്ടിൽ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് റെൻറ്റ് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കുക, ചാനലിന് വേറെ പൈസ കൊടുക്കണം.
തീർച്ചയായിട്ടും ചാനലിന് നമ്മൾ വേറെ പൈസ കൊടുക്കണം. ചാനലിന് നമ്മൾ ഒരു 1 ഇയറിനൊരു 700 പൗണ്ട് അല്ല സോറി 70 പൗണ്ട് അല്ലെങ്കിൽ 60 പൗണ്ടൊക്കെ അതിലെല്ലാം മലയാളി ചാനലും ഒക്കെ കിട്ടും. അപ്പോൾ ഒരു ടി വിക്ക് തന്നെ എക്സ്പെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചൂടെ നമ്മളെ ഫുഡും കാര്യങ്ങളും ഇതൊക്കെ. പിന്നെ എല്ലാവരും എന്താ വെച്ചാൽ ഫ്രോസൺ അതാണ്. പിന്നെ ഇപ്പോൾ ഒരു ഫ്രോസൻ്റെ ഫുഡൊക്കെ ചൂടാക്കി കഴിക്കുക, അതൊക്കെയാണ് യുകെത്തെ അവസ്ഥ. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ അക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ പോലെ എങ്ങനെയില്ലാണ്ട് വിസ കിട്ടുമോ, എങ്ങനെയില്ലാണ്ട് വന്നാൽ മതി. ഇവിടുത്തെ അവസ്ഥ ഇതാ. ഞാൻ ഓരോ എപ്പിസോഡായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നത് നീ എന്തിനാ പിന്നെ അവിടെ നിൽക്കണം ഇങ്ങോട്ട് പോകുന്നൂടെയാണ്. പക്ഷെ ഒരു കാര്യം, 2 പേര് അതായത് ഹസ്ബൻഡും വൈഫും വറക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇവിടെ ജീവിക്കും ചെയ്യാം. ഒരാൾക്ക് വർക്ക് ചെയ്യുക, ഒരാളൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നായിട്ടൊന്നും സേവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ചിലപ്പോൾ ഞാൻ ഇക്കാറ് വലിയ സാലറി വാങ്ങുന്ന ആൾക്കാരെ സുഖമായി ജീവിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് 2 നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. അതിൽ ഞാൻ എല്ലാ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും.